മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയൽ. കുടുംബവിളക്കിന് ഏറ്റവും പുതിയ പ്രമോദം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയലോട്ട് ഇപ്പോൾ മറ്റൊരു അപ്രതീക്ഷിത അതിഥി കൂടി വരികയാണ്. എന്നാൽ ആ ഒരു അതിഥിയെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ദീപുവിന്റെ ചതിയെ ഇതിനോടകം തന്നെ ചിത്രം കണ്ടെത്തുന്ന നമ്മൾ കണ്ടതാണ്. അതായത് നമ്മുടെ സുമിത്രയ്ക്ക് അമ്മ നൽകിയിട്ടുള്ള സ്വത്തുക്കളും അവർക്ക് തന്നെ ആഭരണങ്ങളും എല്ലാം തന്നെ ദീപു എടുത്ത് മറച്ചു വിറ്റിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ചിത്രം കണ്ടെത്തുമ്പോൾ ചിത്രയ്ക്ക് മുമ്പിൽ ഉത്തരം കിട്ടാതെ വേർത്ത് വയ്ക്കുന്ന ദീപുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് കാര്യങ്ങളെല്ലാം മറിച്ചാണ് സംഭവിക്കുന്നത്. സുമിത്രയാണെങ്കിൽ രോഹിത്തിന്റെ പാർട്ട്നേഴ്സിനെയും അവരുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വലിയ സത്യം സുമിത്ര തിരിച്ചറിയുകയാണ്. അതായത് രോഹിത്ത് മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അന്നത്തെ ആക്സിഡന്റിന് ശേഷം രോഹിത്ത് മരിച്ചിട്ടില്ല. പക്ഷെ രോഹിത്ത് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. രോഹിത്തിന്റെ തിരിച്ചുവരവ് തന്നെയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. എന്നാൽ അതിനുള്ള കുറച്ച് സൂചനകൾ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. നമ്മുടെ രഞ്ജിതയ്ക്ക് ഇപ്പോൾ പതിവായിട്ട് ഒരു അജ്ഞാതന്റെ കത്ത് ലഭിക്കുന്നുണ്ട്. അതായത് രഞ്ജിതയുടെ എല്ലാ കള്ളത്തരങ്ങളും അറിയാവുന്ന ഒരു അജ്ഞാതൻ ഈ ഒരു സമയത്ത് സുമിത്രയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ട്രീറ്റ്മെന്റിനുള്ള പൈസകളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊരാളെന്നും നമ്മുടെ സുമിത്ര തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ദീപു ആദ്യ കാര്യങ്ങളൊക്കെ ചെയ്തതും ദീപു കളവ് പറയുന്നുണ്ടെങ്കിലും സുമിത്രയുടെ കാര്യങ്ങളൊന്നും തന്നെ ദീപു ശ്രദ്ധിച്ചില്ല. ദീപുവിന്റെ ആവശ്യം സുമിത്രയുടെ മരണം തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യം ഉടൻ തന്നെ സുമിത്ര അറിയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഉള്ള പ്രശ്നം ഈ സുമിത്രയെ സഹായിച്ച അജ്ഞാതൻ ആരെന്നുള്ളതാണ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ രോഹിത് തന്നെയാണ് ആ ഒരു സഹായി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രമോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അജ്ഞാതൻ പോലും നമ്മുടെ രോഹിത് അയച്ച വ്യക്തിയാണ്. രോഹിത് ഇപ്പോഴും മറിഞ്ഞിരുന്നത് തന്നെ രഞ്ജിതയ്ക്ക് എതിരെയുള്ള കൈകൾ നീക്കിയാണ്. സുമിത്രയെ പോലെ തന്നെ വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് നമ്മുടെ രോഹിത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണെന്ന് കണ്ടുതന്നെയാണ്. ഇപ്പോഴും മറന്നീക്കി പുറത്തോട്ട് വരാതെയാണ് രോഹിത്തിന്റെ കഥാപാത്രം ഒളിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെന്നും വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് രോഹിത്തിനെ വീണ്ടും ഈ ഒരു സീരിയൽ ആക്റ്റീവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. അപ്പം വരും ദിവസങ്ങളിൽ കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയൽ എല്ലാവരും എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾക്ക് ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.